ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വഴുതനങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് മുളക് കറി ഉണ്ടാക്കുന്നതാണ് ഇന്ന് ഞാൻ വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി. ഈ കറി ഉണ്ടാക്കാൻ 3 വഴുതനങ്ങ, 1 സവാള, 2 തക്കാളി, 3 പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചുടുവെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങുക. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ആ പച്ചമുളകും കറിവേപ്പിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. നീളത്തിലുള്ള വഴുതനങ്ങ എടുത്താലും മതിയിട്ടാ. പച്ച വഴുതനങ്ങ ആയാലും ഇതുപോലെ കറി വയ്ക്കുക. ഇനിയിപ്പോൾ കറി വയ്ക്കുക ഒരു നേരം ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ വഴുതനങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട്. ഇപ്പോൾ ഉള്ളി നല്ലോണം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഞാൻ 2 തക്കാളി മുറിച്ച് വെച്ചത് ഇട്ടെടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ആ വഴുതനങ്ങ മുറിച്ചതും അതിലിട്ടിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. വഴുതനങ്ങ ആദ്യം വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ടും ഇങ്ങനെ കറി വയ്ക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. വഴുതനങ്ങ ഒന്നും കൂടി വെന്ത് വരാണ്ട്. ഈ മുളക് കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഈ വഴുതനങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് നിറയെ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടെടുത്തത്. ഇനി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പിന്നെ പാകം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ആ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആ എരിവും പുളിയും ഉപ്പുമൊക്കെ നല്ലോണം ഈ കഷ്ണങ്ങളിലേക്കൊന്ന് പിടിക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മൂടി തുറന്ന് വെക്കുക. കറി നല്ലോണം തിളച്ചൊക്കെ കുറുകി പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ നല്ല പാകത്തിനാണ്. കറിക്കാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി ഗ്യാസ് ഓഫാക്കുക. ഇനി ഈ കറിയിലേക്കൊരു വറവ് ചേർത്തി കൊടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ലേശം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ചെറിയ ഉള്ളിയൊക്കെ ഈ കറിയിൽ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഈ ഉള്ളി നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് കറിയിലേക്ക് എടുത്തൊഴിക്കുക. അങ്ങനെ ഒരു അടിപൊളി വഴുതനങ്ങ മുളകിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ കറി. അപ്പോൾ ഇനി വഴുതനങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ടേസ്റ്റ് അപാരമാണ്. അതുകൊണ്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റും എഴുതി അറിയിക്കണേ.